അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൽ എത്ര ഫൈറ്റർ പൈലറ്റുമാരുടെ പേരുകളാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ 4 ഫൈറ്റർ പൈലറ്റുമാരുടെ പേരുകളാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് ഫൈറ്റർ പൈലറ്റുമാരുടെ എത്ര പേര്? 4 പേര്. അതിലൊരാൾ മലയാളിയാണ്. അയാളുടെ പേരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ആരാണ്? പ്രശാന്ത് ആയിട്ടുള്ളൊരു മനുഷ്യൻ, പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. എവിടുത്തെ സ്വദേശിയാണ്? പാലക്കാട് നെന്മാറ സ്വദേശിയായ ഒരു വ്യക്തി. ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ട് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. അയാളുടെ പേരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. അങ്ങനെ ടോട്ടൽ 4 പേരെ ഫൈറ്റർ പൈലറ്റുമാരെ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അതിൽ 3 ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരും ഒരു വിങ് കമാൻഡറുമാണ് ഉള്ളത്. ഒരു 3 ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരും ഒരു വിങ് കമാൻഡറും. അത് ആ 3 ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ, പാലക്കാട് നെന്മാറ സ്വദേശി. മറ്റൊരു ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് പ്രയാഗ്രാജ്, UP അലഹബാദിൻ്റെ പുതിയ പേരെന്താ? പ്രയാഗ്രാജ്. അപ്പോൾ പ്രയാഗ്രാജ് എന്നുള്ള ഒരു വ്യക്തിയാണ് അങ്കദ് പ്രതാപ്. അങ്കദ് പ്രതാപ് ഏത് സ്വദേശിയാണ്? പ്രയാഗ്രാജ് സ്വദേശിയാണ്. അങ്കദ് പ്രതാപും ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. അതുപോലെ തന്നെ ചെന്നൈ സ്വദേശിയായ അജിത് കൃഷ്ണൻ. അജിത്ത് എവിടെ? ചെന്നൈയാണ്. അപ്പം അജിത് കൃഷ്ണൻ, ചെന്നൈ സ്വദേശിയായ അജിത് കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളും ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. ഇനി വിങ് കമാൻഡറായിട്ട് നിയമിതനായത് ലക്നൗ സ്വദേശിയായ ശുഭാംശു ശുക്ലയാണ് എന്തായത്? വിങ് കമാൻഡറായിട്ട് ചുമതലയേറ്റത്. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കോ, 4 ഫൈറ്റർ പൈലറ്റുമാരെ നമ്മളെ ഗഗൻയാനിലേക്ക് നരേന്ദ്രമോദി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 4 പേരിൽ ഒരാൾ മലയാളിയാണ്. അയാൾ നെന്മാറ പാലക്കാട് സ്വദേശിയാണ്, പ്രശാന്ത് ബാലകൃഷ്ണൻ. പിന്നെ ഒരാൾ പ്രയാഗ്രാജ് സ്വദേശിയായ ആരുണ്ട്? അങ്കദ് പ്രതാപും. ഒരാൾ ലക്നൗ സ്വദേശിയുണ്ട്, പക്ഷെ അദ്ദേഹം വിങ് കമാൻഡറാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ശുഭാംശു ശുക്ല. ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റനും കൂടിയുണ്ട്, അത് ചെന്നൈ സ്വദേശിയായ അജിത്ത് കൃഷ്ണനുമാണ്. അപ്പം 3 ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരും ഒരു വിങ് കമാൻഡറും. വിങ് കമാൻഡറുടെ പേരെടുത്ത് പഠിച്ചു ശുഭാംശു ശുക്ല, ലക്നൗ സ്വദേശിയാണ്. ഇനി അപ്പോൾ ഇവിടെ വെച്ച് നടന്ന ചടങ്ങിലാണ് ഇവരുടെ പേര് നോമിനേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് VSSC തിരുവനന്തപുരം VSSCയിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് നരേന്ദ്രമോദി 4 പേരുടെ പേരുകൾ പറഞ്ഞത്. 2025 അവസാനത്തോടെയാണ് ഈ ദൗത്യം പോകാനായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടാവുക. ഈ 4 പേരിൽ 3 പേർക്കായിരിക്കും ബഹിരാകാശത്ത് പോകാൻ പറ്റുന്നുണ്ടാവുക. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരനാരാ? രാകേഷ് ശർമ്മയാണ്. 1984 ഏപ്രിൽ 3 സോവിയറ്റ് യൂണിയൻ്റെ സോയൂസ് പേടകത്തിലാണ് അദ്ദേഹം സല്യൂട്ട് 7 ബഹിരാകാശ നിലയത്തിലെത്തിയത്. അപ്പോൾ ഏത് ബഹിരാകാശ നിലയത്തിലാണ് രാകേഷ് ശർമ്മ എത്തിയത്? സല്യൂട്ട് 7 എന്ന ബഹിരാകാശ നിലയത്തിൽ 1984 ഏപ്രിൽ 3 സോയൂസ് T11 എന്ന് പറഞ്ഞിട്ടുള്ള വാഹനത്തിലാണ്, സോയൂസ് പേടകത്തിലാണ് പോയത്. ഇനി പാകിസ്ഥാനിൻ്റെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് ഷഹബാസ് ഷെരീഫ് എന്ന് ചോദിച്ചാൽ 23ാമത് പ്രധാനമന്ത്രിയാണ് ഷഹബാസ് ഷെരീഫ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് പാകിസ്ഥാൻ്റെ എന്ന് ചോദിച്ചാൽ ആരാണ്? ആസിഫ് അലി സർദാരിയാണ്. പ്രധാനമന്ത്രിയാണ് ഷഹബാസ് ഷെരീഫ്, 23ാമത് പ്രധാനമന്ത്രിയാണ്. പാകിസ്ഥാൻ മുൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗം അധ്യക്ഷനായ ഷഹബാസ് പാർലമെൻറ്റിൽ നടന്ന വോട്ടെടുപ്പിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ പിന്തുണയോടെ 201 വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. ഇമ്രാൻഖാൻ അവിശ്വാസ പ്രമേയത്തിലൂടെ 2022 ഏപ്രിൽ പുറത്താക്കിയ ശേഷം 2023 ഓഗസ്റ്റ് 13 വരെ ഷഹബാസ് ആയിരുന്നു പ്രധാനമന്ത്രി. അപ്പം ആരായിരുന്നു? ഇമ്രാൻഖാൻ അവിശ്വാസ പ്രമേയത്തിലൂടെ പോയതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഷഹബാസ് ഉണ്ടായിരുന്നു. പിന്നെയും ഇപ്പോൾ ആരുടെ? നമ്മളെ പീപ്പിൾസ് പാർട്ടീൻ്റെ പിന്തുണയോടുകൂടി ഷഹബാസ് എന്ത് ചെയ്തിട്ടുണ്ട്? പാകിസ്ഥാൻ്റെ 23ാമത് പ്രധാനമന്ത്രിയായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത, അതായത് ക്രിക്കറ്റിൻ്റെ പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിതയാണ് ഇന്ത്യയിൽ. ആരാന്ന് ചോദിച്ചാൽ ജസീന്ത കല്യാണാണ്. ജസീന്ത കല്യാൺ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത്, ഹൈഡ്രജൻ ഇന്ധനം കൊണ്ടുള്ള ആദ്യത്തെ ബോട്ട് നിർമ്മിച്ചത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഹൈഡ്രജൻ ഇന്ധനത്തിലുള്ള ബോട്ട് നിർമ്മിച്ചവരാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ച ബോട്ട് ആർക്ക് വേണ്ടി നിർമ്മിച്ചത്? ഇൻലാൻഡ് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത്. UPയിലെ വാരണാസിയിൽ കടത്ത് സർവീസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ഇന്ധനത്തിൽ ഉപയോഗിക്കുന്ന ബോട്ട് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഇൻലാൻഡ് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത്. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? വാരണാസിയിലാണ്. ഹരിത നൗക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഹൈഡ്രജൻ ഫ്യൂലായിട്ടുള്ള ബോട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഏത് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്? ഹരിത നൗക എന്നതിൻ്റെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഹരിത നൗക പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. രാജ്യത്ത് ഏത് വിമാനത്താവളത്തിനാണ് 10 ദിവസത്തേക്ക്, വെറും 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി നൽകിയത്? എവിടെയാണ്? ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളത്തിന് 10 ദിവസത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അന്താരാഷ്ട്ര പദവി നൽകിയിട്ടുണ്ട്. എന്തിൻ്റെ ഭാഗമായിട്ടാണ് 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി നൽകിയതെന്ന് ചോദിച്ചാൽ റിലയൻസ് കമ്പനി ഉടമയായ മുകേഷ് അംബാനിയുടെ മകൻ്റെ വിവാഹത്തിനും വിദേശ അതിഥികൾ എത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, സ്വകാര്യ വിമാനങ്ങൾ എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ജാംനഗർ
വിമാനത്താവളം 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര വിമാനത്താവളമായിട്ട് പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ പദവി കൊടുത്തു. ഇനി ലോക കേൾവി ദിനം എന്ന് പറയുന്നത് മാർച്ച് 3-ാം തീയതിയാണ്. ലോക കേൾവി ദിനം എന്നാണ് മാർച്ച് 3. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് നേടിയത് സന ഇർഷാദ് മട്ടു ആണ്. അപ്പോൾ കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ്, അപ്പോൾ കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് കിട്ടിയതാരാണ്? സന ഇർഷാദ് മട്ടു. പുലിസ്റ്റർ സമ്മാനം നേടിയ ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റായ സന, പുലിസ്റ്റർ സമ്മാനവും നേടിയിട്ടുണ്ട് സന ഇർഷാദ് മട്ടു, കാശ്മീർ സ്വദേശിയാണ്. അപ്പം കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് കിട്ടിയത് സന ഇർഷാദ് മട്ടു. ഓൾറെഡി അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പുലിസ്റ്റർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 1 ലക്ഷം രൂപയാണ് ഈ ഒരു നമ്മുടെ സമ്മാന തുക എന്ന് പറയുന്നത്, 1 ലക്ഷം രൂപയാണ്. രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം പാറ്റ്നയിലാണ്. എവിടെയാണ്? ബീഹാറിലെ പാറ്റ്നയിലാണ് ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം. പാറ്റ്ന സർവകലാശാല ക്യാമ്പസിൽ ഗംഗയുടെ തീരത്താണ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഗംഗയിലെ ഡോൾഫിനുകളുടെ ഭക്ഷണ രീതി, പെരുമാറ്റം, അതിജീവന ശേഷി തുടങ്ങിയ വിഷയങ്ങളിൽ നാഷണൽ ഡോൾഫിൻ റിസർച്ച് സെൻറ്ററിൽ പരീക്ഷ നടത്തുന്നുണ്ട്. ഭക്ഷണശീലിയും പെരുമാറ്റവും അതിജീവന ശേഷിയൊക്കെ. 2024 മാർച്ച് 5 അന്തരിച്ച ദളിത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ രചയിതാവ് അല്ലെങ്കിൽ ദളിത് ബന്ധു എന്നറിയപ്പെടുന്ന വ്യക്തി NK ജോസ് അന്തരിച്ചു കേട്ടോ. അപ്പോൾ ദളിത് ബന്ധു, നമ്മൾ ദേശബന്ധു, ദീനബന്ധു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, ദളിത് ബന്ധു പഠിച്ചിട്ടില്ല. അപ്പോൾ ദളിത് ബന്ധു എന്നറിയപ്പെടുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, അയാൾ എന്ത് ചെയ്തു? അന്തരിച്ചു. അയാളുടെ പേരാണ് ജോസ്. ഏത് ജോസാണ്? NK ജോസ്. ദളിത് ബന്ധു എന്നറിയപ്പെടുന്ന NK ജോസ് അന്തരിച്ചു. അയാൾ എന്തിൽ പ്രശസ്തനാണ്? ദളിത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. ദളിത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ രചയിതാവായ ദളിത് ബന്ധു എന്നറിയപ്പെടുന്ന NK ജോസ് അന്തരിച്ചു. 140-ലേറെ കൃതികളും ലേഖനങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. ദളിത് പഠനങ്ങൾക്കും ചരിത്ര രചനകൾക്കും നൽകി വരുന്ന സംഭാവനകൾ പരിഗണിച്ച് 1990-ലാണ് അദ്ദേഹത്തിന് ദളിത് ബന്ധു എന്ന വിശേഷണം നൽകി ആദരിച്ചത്. അപ്പം ദളിതർക്ക് വേണ്ടിയിട്ട് കുറേ ചരിത്ര ഗ്രന്ഥങ്ങൾ രചിച്ചതിൻ്റെ ഭാഗമായി 1990 അദ്ദേഹത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ദളിത് ബന്ധു എന്ന പദവി കൊടുത്തിട്ടുണ്ട്. ആരാണ്? NK ജോസ്. അദ്ദേഹം അന്തരിച്ചു. ജയപ്രകാശ് നാരായണൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. ജയപ്രകാശ് നാരായണൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ആര്? NK ജോസ്. കേരളത്തിലെ ക്രൈസ്തവരുടെ ആദിമചരിത്രം, വൈക്കം സത്യാഗ്രഹം ഒരു പ്രഹേളിക, പുലയലഹള, ക്രൈസ്തവ ദളിതർ, കറുത്ത കേരളം, ഭാരതത്തിലെ ക്രിസ്തുമതം തുടങ്ങിയവയ്ക്ക് പുറമെ അയ്യങ്കാളി, പൊയ്കയിൽ അപ്പച്ചൻ, പാമ്പാടി ജോൺ ജോസഫ് തുടങ്ങിയവരുടെ ജീവചരിത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ദളിതർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ദളിതരുമായി ബന്ധപ്പെട്ട് നടന്ന ലഹളയാണെന്ത്? പുലയലഹള അല്ലേ. അപ്പോൾ പുലയലഹള എന്ന് പറഞ്ഞ കൃതി എഴുതിയിട്ടുണ്ട് ആര്? NK ജോസ്. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? ഈ ഒരു സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ഒരു പ്രഹേളിക ആരെഴുതിയതാണ്? NK ജോസ്. വൈക്കം സത്യാഗ്രഹം ഒരു പ്രഹേളിക, പുലയലഹള, അതുപോലെ തന്നെ കേരളത്തിലെ ക്രൈസ്തവരുടെ ആദിമചരിത്രം, പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രൈസ്തവ ദളിതർ എന്ന പുസ്തകമാരുടെയാണ് NK ജോസാണ്. അപ്പം ക്രൈസ്തവ ദളിതർ, ക്രൈസ്തവരുടെ ആദിമ ചരിത്രമുണ്ട്. കറുത്ത കേരളം ആരുടെ കൃതിയാണ്? NK ജോസ്. കറുത്ത കേരളം. ഭാരതത്തിലെ ക്രിസ്തുമതം ആരുടെയാണ്? NK ജോസിൻ്റെയാണ്. അപ്പം മറന്നു പോകരുത് കൃതികൾ. ഭാരതത്തിലെ ക്രിസ്തുമതം, പിന്നെന്താണ്? ക്രൈസ്തവ ദളിതർ, കേരളത്തിലെ ക്രൈസ്തവരുടെ ആദിമചരിത്രം, പിന്നെ വൈക്കം സത്യാഗ്രഹം ഒരു പ്രഹേളിക, പുലയലഹള, കറുത്ത കേരളം. ഇതൊക്കെ ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? NK ജോസ്. ദളിത് ബന്ധു എന്നറിയപ്പെടുന്ന. ഏത് വർഷം കൊടുത്ത? 1990-ലാണ് ദളിത് ബന്ധു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കൊടുക്കുന്നത്. പിന്നെ ആരുടെയൊക്കെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്? അയ്യങ്കാളിയുടെയും പാമ്പാടി ജോൺ ജോസഫിൻ്റെയും പൊയ്കയിൽ അപ്പച്ചൻ്റെയൊക്കെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ സർവകലാശാലയാണ് MG സർവകലാശാല. ഇന്ത്യയിലെ ആദ്യത്തെ വിൻ്റർ പര്യവേഷണത്തിൽ പങ്കാളികളായ കേരളത്തിലെ സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരം ലോകാരോഗ്യ സംഘടന ഏജ് ഫ്രണ്ട്ലി സിറ്റി ആയിട്ട് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഒരു സിറ്റിനെ തിരഞ്ഞെടുത്തു. അതാണ് കൊച്ചി. അപ്പോൾ കൊച്ചി എന്താണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമായി ആര് തിരഞ്ഞെടുത്തു? WHO തിരഞ്ഞെടുത്ത നഗരമാണ് കൊച്ചി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരം കൊച്ചിയാണ് WHOൻ്റെ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കൂടുതൽ കരുത്തേക്കാൻ പുതുതായി സജ്ജമാക്കിയ ഹെലികോപ്റ്ററിൻ്റെ പേരാണ് ഇന്ത്യൻ നേവൽ എയർ സാക്രാഡ്രോൺ 334. അപ്പം നേവിക്ക് വേണ്ടി നിർമ്മിച്ച പുതിയ ഹെലികോപ്റ്ററാണ് ഇന്ത്യൻ നേവൽ എയർ സ്ക്വാഡ്രോൺ 334.
US-ൽ നിന്ന് വാങ്ങുന്ന 24 ഹെലികോപ്റ്ററുകൾ 6 എണ്ണമാണ് ഇന്ത്യയിൽ ഇതിനകം എത്തിയത്. സമുദ്രത്തിനിടയിൽ മറഞ്ഞിരിക്കുന്ന അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കാൻ ശേഷിയുള്ള ഹെലികോപ്റ്ററുകളാണിവ. ഇന്ത്യൻ നേവൽ എയർ സ്ക്വാഡ്രോൺ 334 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സമുദ്രത്തിനടിയിൽ മറഞ്ഞിരിക്കുന്ന അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. മാർച്ച് 6 കൊച്ചിയിലെ ദക്ഷിണ മേഖല നാവിക ആസ്ഥാനത്താണ് ഹെലികോപ്റ്റർ കമ്മീഷൻ ചെയ്തത്. അപ്പോൾ കൊച്ചിയിലാണ് എന്ത് ചെയ്തത്? നാവിക ആസ്ഥാനത്താണ് ഈ ഒരു ഹെലികോപ്റ്റർ കമ്മീഷൻ ചെയ്തത്. ബ്ലൂംബർഗ് കോടീശ്വര പട്ടിക പ്രകാരം, ബ്ലൂംബർഗിൻ്റെ പട്ടിക പ്രകാരമാണ് ലോകത്തെ 1-ാം നമ്പർ സമ്പന്നനാണ് ജെഫ് ബെസോസ്. ആമസോണിൻ്റെ സ്ഥാപകനായ ജെഫ് ബെസോസ് ആണ് എന്ത് ചെയ്തത്? ബ്ലൂംബർഗിൻ്റെ കോടീശ്വര പട്ടിക പ്രകാരം 1-ാമത്. അപ്പോൾ ആമസോണിൻ്റെ സ്ഥാപകനാണ് ആര്? ജെഫ് ബെസോസ്. 2021 ജനുവരി 1 മുതൽ 1-ാം സ്ഥാനം ആരായിരുന്നു? ടെസ്ലയുടെ CEO ആയ ഇലോൺ മസ്ക് ആയിരുന്നു. അദ്ദേഹത്തെ പിന്തള്ളിയാണ് ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസ് ബ്ലൂംബർഗിൻ്റെ കോടീശ്വര പട്ടികയിൽ 1-ാമത്. അപ്പോൾ ആമസോണിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് പഠിക്കുക. ആരാണ്? ജെഫ് ബെസോസും. ടെസ്ലയുടെ ആരാണ്? അത് ഇലോൺ മസ്കും ആണ്. ടെസ്ലയുടെ CEO. മുൻ ലോക ചെസ് ചാമ്പ്യനെയാണ് റഷ്യൻ സർക്കാർ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. മുൻ ലോക ചെസ് ചാമ്പ്യനായ ഗ്യാരി കാസ്പറോവിനെ എന്ത് ചെയ്തു? റഷ്യൻ സർക്കാർ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. അപ്പം ഗ്യാരി കാസ്പറോവ് ഏത് ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ചെസ്സ്. ഏത് രാജ്യമാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്? ഒരു ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? റഷ്യയാണ്. ഗ്യാരി കാസ്പറോവ് ചെസ് ചാമ്പ്യൻ ആയിരുന്നു. റഷ്യ എന്ത് ചെയ്തു? ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. റഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു വ്ളാഡിമിർ പുടിൻ്റെ വിമർശകനാണ് ആര്? ഗ്യാരി കാസ്പറോവ്. യുക്രൈനിൽ റഷ്യ നടത്തിയ യുദ്ധത്തിനെതിരെ ഒട്ടേറെ തവണ ശബ്ദമുയർത്തി. അപ്പം വ്ളാഡിമിർ പുടിൻ്റെ വിമർശകനായ ഗ്യാരി കാസ്പറോവ്, അതായത് ചെസ് ചാമ്പ്യൻ ആയിരുന്നു മുന്നത്തെ, അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഭീകരരുടെ പട്ടികയിൽ റഷ്യ ഉൾപ്പെടുത്തി. അടുത്തിടെ അന്തരിച്ച യു കലാനാഥൻ ഏത് നിലയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്? യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് കലാനാഥൻ. അന്തരിച്ചു. ഓക്കെ, അപ്പോൾ കലാനാഥൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? യുക്തിവാദ പ്രസ്ഥാനം. ആത്മാവ് സങ്കല്പമോ യാഥാർത്ഥ്യമോ? യുക്തിവാദം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസമില്ല. അപ്പം ആത്മാവ് എന്ന് പറഞ്ഞാൽ സങ്കല്പമാണോ യാഥാർത്ഥ്യമാണോ? അത് ആരുടെയാണ്? കലാനാഥൻ്റെയാണ്. ജ്യോത്സ്യം ശാസ്ത്രമോ ശാസ്ത്രാഭ്യാസമാണോ? അതും കലാനാഥൻ്റെയാണ്. മതം സാമൂഹിക പുരോഗതിയുടെ ശത്രു, ഇസ്ലാം മതവും യുക്തിവാദവും തുടങ്ങിയ കൃതികൾ ആരുടെയാണ്? കലാനാഥൻ്റെയാണ്. അപ്പോൾ ഇസ്ലാം മതവും യുക്തിവാദവും, പിന്നെന്താണ്, നമ്മുടെ ആത്മാവ് സങ്കല്പമോ യാഥാർത്ഥ്യമോ, അതുപോലെ തന്നെ ജ്യോത്സ്യം ശാസ്ത്രമോ ശാസ്ത്രാഭ്യാസമോ, മതം സാമൂഹിക പുരോഗതിയുടെ ശത്രു. ഒന്നും കൂടി പറയാം. ആത്മാവ് സങ്കല്പമോ യാഥാർത്ഥ്യമോ ആരുടെയാണെന്ന് ചോദിച്ചാൽ കലാനാഥൻ. ജ്യോത്സ്യം ശാസ്ത്രമോ ശാസ്ത്രാഭാസമോ കലാനാഥൻ. മതം സാമൂഹ്യ പുരോഗതിയുടെ ശത്രു, ഇസ്ലാം മതവും യുക്തിവാദവും ആരുടെയാണ്? കലാനാഥൻ. യുക്തിവാദവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയാണ് ഒരു ദിവസത്തെ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫെയർ വരുന്നത്.